നമസ്കാരം. പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്ന് ഒരു പെൺകരുത്ത്. പള്ളിക്കൽ ഡിവിഷന്റെ പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ തളയ്ക്കുവാൻ രാഷ്ട്രീയ ശത്രുക്കൾ ഒരുക്കിയ ചതിക്കുഴികൾ ഓരോന്നായി പൊളിയുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഒരു ജനനേതാവിനെ വ്യക്തിഹത്യ നടത്തുവാൻ ശ്രമിക്കുന്നത് ആര്? റേഷൻ കാർഡിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച് ജനവിധി അട്ടിമറിക്കാൻ നോക്കുന്നവർക്കുള്ള മറുപടി ഇതാ. ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സാധാരണ പ്രവർത്തകയല്ല, താഴെ തട്ടിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വളർന്ന നേതാവാണ്. ഇവർ CPIയിലായിരുന്നപ്പോൾ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച അതേ ജനങ്ങൾ ഇപ്പോഴും അവർക്കൊപ്പമുണ്ട്. അന്ന് ഇതേ റേഷൻ കാർഡും ഇതേ അഡ്രസ്സും വെച്ചുകൊണ്ട് മത്സരിച്ചപ്പോൾ CPIക്കാർക്ക് പരാതിയില്ലായിരുന്നു. അന്ന് അവർക്ക് ശ്രീനാദേവി സ്വന്തം മകളായിരുന്നു. എന്നാൽ അവർ കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടെ പെട്ടെന്ന് അവർ അപരിചിതയായി മാറുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. സ്വന്തം പാർട്ടി വിട്ടതിന്റെ വൈരാഗ്യം തീർക്കാൻ കുടുംബാംഗങ്ങളെ പോലും ചട്ടുകമാക്കി മാറ്റുന്ന ഹീനമായ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പത്തനംതിട്ടയുടെ മകളാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ ആവർത്തിച്ചു പറയുന്ന വാക്കാണിത്. വർഷങ്ങളായി പത്തനംതിട്ടയിൽ താമസിച്ച് ജനസേവനം നടത്തുന്ന ഒരാളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. റേഷൻ കാർഡിൽ പേര് ചേർത്തത് അന്നത്തെ CPI ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. ബന്ധുക്കൾ തമ്മിലുള്ള വസ്തുതർക്കത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി എതിരാളികൾ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. മരിച്ച വ്യക്തിയുടെ കാർഡ് എന്ന വൈകാരിക തലം ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ശ്രമം. എന്നാൽ തനിക്ക് വസ്തുവിൽ അവകാശമുണ്ടെന്നും സത്യം തന്റെ ഭാഗത്താണെന്നും ശ്രീനാദേവി ഉറപ്പിച്ചു പറയുന്നു. പരാതിക്ക് പിന്നാലെ ഒളിച്ചോടുകയല്ല, മറിച്ച് നേരിടുകയാണ് ഈ നേതാവ്. ഏകപക്ഷീയമായി റേഷൻ കാർഡ് റദ്ദാക്കിയ സപ്ലൈ ഓഫീസർക്കെതിരെ നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. പോലീസിനും കോടതിക്കും മുന്നിൽ എല്ലാ രേഖകളും ഹാജരാക്കാൻ അവർ തയ്യാറാണ്. ഒരു ജനപ്രതിനിധിയെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തളർത്താമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നു. പള്ളിക്കൽ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളുമായി അവർ ജനങ്ങൾക്കിടയിലുണ്ട്. വേട്ടയാടപ്പെടുന്നവർ ചരിത്രത്തിൽ വിജയിച്ചിട്ടേ ഉള്ളൂ. ശ്രീനാദേവി കുഞ്ഞമ്മയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കാലം മറുപടി നൽകും. ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെ അതിജീവിച്ച് അവർ കൂടുതൽ കരുത്താർജിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കാണണം. വ്യാജരേഖ ചമച്ചുവെന്നത് തന്നെ ശരിയല്ലെന്നും CPI അംഗമായി ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചപ്പോൾ ഇതേ അഡ്രസ്സിലായിരുന്നുവെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് CPIയുടെ ഗൂഢാലോചനയാണ്. കോൺഗ്രസിൽ ചേർന്ന CPIയെ തോൽപ്പിച്ചതിന്റെ വൈരാഗ്യം തീർക്കുവാനാണ് ശ്രമിക്കുന്നത്. അന്നത്തെ CPI ജില്ലാ സെക്രട്ടറി AP ജയനാണ് മത്സരിക്കാനായി ഇതേ അഡ്രസ്സിൽ റേഷൻ കാർഡിൽ പേര് ചേർത്തതെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്കൂൾ കാലം മുതൽ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത്. പരാതി നൽകിയവർ ബന്ധുക്കളാണ്. അവരുടെ സഹോദരി തന്റെ ഒപ്പമുണ്ട്. അവർ വസ്തുവിൽ അവകാശം എഴുതി തന്നു. പരാതിയുമായി പോയ സഹോദരങ്ങൾ ഇപ്പോൾ CPIയുടെ കൈകളിലെ ചട്ടുകങ്ങളാണ്. റേഷൻ കാർഡ് റദ്ദാക്കിയ സപ്ലൈ ഓഫീസർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത് അനധികൃതമായിട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി ലഭിച്ചത്. CPI നേതാവ് T മുരുകേഷാണ് പരാതിക്കാരൻ. റേഷൻ കാർഡിൽ പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ശ്രീനാദേവി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. കൊല്ലം സ്വദേശിയായ ശ്രീനാദേവിക്ക് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരം വിലാസമില്ല. റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തതാണെന്ന പരാതിക്ക് പിന്നാലെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് നൽകിയത്. കാർഡ് ഉടമയുടെ മകൻ ശ്യാംജിത്ത് S പിള്ളയാണ് വ്യാജരേഖ ചമച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ല എന്നും പരാതിയിൽ പറയുന്നു. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിടുകയായിരുന്നു.